ഇടുക്കി പെരിയാർ കടുവ സങ്കേതത്തിലെ ജീവനക്കാർക്ക് ആശ്വാസം. ജീവനക്കാർക്ക് സഞ്ചരിക്കുന്നതിനായുള്ള ബോട്ട് സർവീസ് തേക്കടിയിൽ പുനരാരംഭിച്ചു. കഴിഞ്ഞ 2 വർഷത്തോളമായി അറ്റകുറ്റപ്പണികൾക്കായി കരയ്ക്ക് കയറ്റിയിരുന്ന ബോട്ട് പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് നീറ്റിലിറക്കിയത്. പെരിയാർ കടുവ സങ്കേതത്തിൽ ഉൾക്കാട്ടിലടക്കം ജോലി ചെയ്യുന്ന ജീവനക്കാർ വനത്തിലൂടെ ദീർഘദൂരം സഞ്ചരിച്ചു വേണം അതാത് പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ. ജീവനക്കാരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് വനദർശൻ, വനലക്ഷ്മി എന്നീ ബോട്ടുകൾ തേക്കടിയിൽ എത്തിച്ചത്. ഈ ബോട്ടുകൾ രണ്ടും പണിമുടക്കിയതോടെ ജീവനക്കാരുടെ യാത്ര വീണ്ടും ദുരിതമായി. ഇത് സംബന്ധിച്ച വാർത്ത ജനം TV മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നാലെ വനം വകുപ്പിലെ ജീവനക്കാരുടെ സംഘടനയായ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഉൾപ്പെടെ പരാതിയുമായി രംഗത്ത് വന്നു. ഇതോടെ കഴിഞ്ഞ 2 വർഷത്തോളമായി തേക്കടി ലാൻഡിംഗിൽ വിശ്രമത്തിലായിരുന്ന വനദർശൻ ബോട്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം നീറ്റിലിറക്കി. ഒരു സമയം 18 പേർക്ക് ഈ ബോട്ടിൽ യാത്ര ചെയ്യാം. ഇതോടെ ഉൾക്കാട്ടിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ തേക്കടി ലാൻഡിംഗിൽ നിന്ന് ഓരോ പ്രദേശങ്ങളിലും എത്തിക്കാനും സാധിക്കും. പെരിയാർ ടൈഗർ റിസർവില് വനദർശൻ, വനലക്ഷ്മി എന്ന 2 സ്റ്റാർ ബോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഈ ബോട്ടുകൾ പ്രധാനമായിട്ടും നമ്മളുടെ ഉൾക്കാട്ടിലുള്ള സ്റ്റാഫിനെ കൊണ്ടുവിടുന്നതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനുമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 1.5-2 വർഷമായിട്ട് ഈ ബോട്ട് 2 സർവീസ് നടത്താൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. അതിന് പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ പലതവണ ടെൻഡർ നടത്തിയിരുന്നെങ്കിലും ആരും ടെൻഡർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ അതിന്റെ ടെൻഡറുകൾ നടത്തി പണി പൂർത്തിയാക്കി ഇന്ന് ബോട്ട് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. സ്റ്റാഫിനെ സംബന്ധിച്ച് വളരെയേറെ ഒരു ആശ്വാസകരമായുള്ള ഒരു കാര്യമാണത്. ഇതോടൊപ്പം തേക്കടിയിലെത്തുന്ന സഞ്ചാരികൾക്കായും ബോട്ട് സർവീസ് നടത്തും. ഈ ഓണക്കാലം മുതൽ സഞ്ചാരികൾക്കായി പുതിയ പദ്ധതി ആരംഭിക്കാനാണ് വനം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ജനം, ഇടുക്കി.